السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أنس بن مالك رضي الله عنه قال: ما خطبنا النبي الله صلى الله عليه وسلم إلا قال: لا إيمان لمن لا أمانة له ولا دين لمن لا أحد له. റവാഹു അഹ്മദ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി 12383 ഹദീസ് നമ്പറായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് നാം കേട്ടത്. അദ്ദേഹം പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ 5 വയസ്സ് പ്രായമുള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കൊണ്ടുവന്നാക്കുകയാണ്. അതിനുശേഷം പിന്നീട് പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ അനർഘമായ നിമിഷങ്ങളും ഒപ്പിയെടുക്കുക. അപ്പൊ നമ്മൾ രാത്രി നിസ്കരിച്ച നിസ്കാരം വരെ അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹം ചെറിയ കുട്ടി വരുന്ന സമയത്ത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് ഇടതുഭാഗത്ത് നിന്നു. റസൂൽ അങ്ങനെ ചെവിയോട് പിടിച്ചിട്ട് വലതുഭാഗത്ത് നിർത്തി. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? ഇമാമിന്റെ പിന്നിൽ തുടരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ആദ്യം വരുമെങ്കിൽ അയാൾ വലതുഭാഗത്ത്, പിന്നെ ഇടതുഭാഗത്ത്, അങ്ങനെ 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 സഫ് പൂർത്തീകരിക്കണം. ഫാൻ എവിടെയാ, AC എവിടെയുള്ള അത് നോക്കി നടന്നിട്ട് അവിടെ പൂർത്തീകരിക്കാനല്ല. അല്ലെങ്കിൽ അങ്ങനെ പോയൊരു ലൈന് മാത്രമേ, ഒരു ചറവ് മാത്രം നീണ്ടു പോയിട്ടാം, ഒന്നും ഒടിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയാകാൻ പാടില്ല. ഇമാം മധ്യത്തിലായിരിക്കണം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഏകദേശം 10 വർഷത്തിലധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്തു. എന്നിട്ട് അദ്ദേഹം റിപ്പോർട്ടിന്റെ ഹദീസിലുണ്ട്, ഇക്കാലം അത്രയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട്, അനസേ അതെന്താ അങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ അനസേ അതെന്താ ഇങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ അനസേ അതൊക്കെ ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് നിങ്ങളെ 3 രൂപത്തിലുള്ള സ്വരവും എന്നോട് പറഞ്ഞിട്ടില്ല. അതാണ് ഒരു തർബീയത്തിന്റെയും തസ്കിയത്തിന്റെയും ലക്ഷണം. അത്രയധികം പ്രവാചകനിൽ നിന്ന് ജീവിത മാതൃക സ്വീകരിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മാ ഖതബന നബിയുല്ലാഹി, അല്ലാഹുവിന്റെ നബി ഒരു ഖുതുബയും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇത് മാത്രം പറഞ്ഞില്ല, ഖുതുബയൊന്നും പറഞ്ഞിട്ടില്ല, ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ബാക്കി എന്താ? ഇല്ല, അല്ലാതെ. എങ്ങനെ? ഖാല, അദ്ദേഹം പറയും, ലാ ഈമാൻ, ഈമാനില്ല, ലിമൻ, ഒരുത്തന്, ലാ അമാനത ലഹു, അമാനത്തില്ലാത്തൊരുത്തന്, വലാ ദീൻ, ദീനില്ല, ലിമൻ ലാ അഹദ ലഹു, കരാറ് പാലിക്കാത്തവര്. ഭൗതികമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ലാഭമോ പ്രതീക്ഷിക്കാതെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തത്തിനാണ് ഈ അമാനത്ത്, അഹദ് എന്നൊക്കെ പറയാം. ഖുർആൻ 2 സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വിശ്വാസികളെ ലക്ഷണമായി പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് സൂറത്തുൽ മുഅ്മിനൂനിൽ, മറ്റൊന്ന് സൂറത്തുൽ മആരിജിൽ. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവർ അവരുടെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടത്, അതുപോലെ തന്നെ കരാറുകളും പാലിക്കുന്നവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ ആ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അതിലിങ്ങനെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഅറാബിയും ഫഖാൽ മതാ അസ്സാഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് കടന്നിട്ട്, ആ അഅറാബി ഗ്രാമീണനാണ്, പൊതുവിൽ ധാരണയൊന്നുമില്ല, മുമ്പിലിരിക്കുന്ന റസൂലുള്ളാഹി എന്ന് അറിയാമെന്ന് മാത്രം. എന്നിട്ട് ചോദിച്ച ചോദ്യം മതാ അസ്സാഅ, എപ്പോഴാണ് ലോകത്തിന്റെ അന്ത്യം, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? ഫമദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദിസു, റസൂലുള്ളാഹി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതങ്ങനെ പറഞ്ഞു പൂർത്തീകരിച്ചു. ചില സഹായന്മാർക്ക് മുറുമുറുപ്പുണ്ടായി. അവർ പറഞ്ഞു, അല്ലാഹു റസൂൽ കേട്ടിട്ടുണ്ടാവില്ല ഇയാൾ ചോദിച്ചത്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. അതിനിപ്പോ എന്താ മറുപടി പറഞ്ഞത്? അങ്ങനെയാണ് ഉണ്ടായിരുന്നതാ. ചില ആൾക്കാർ അങ്ങനെയാ, എന്ത് കേട്ടാലൊന്നും ഉണ്ടൂല. അതും റസൂലിന്റെ സ്വഭാവത്തിൽപ്പെട്ടത്. കേട്ടില്ല മറുപടി പറയാ, ചെണ്ടപ്പുറത്ത് പോയിട്ട് മതി പറഞ്ഞോണ്ടിരിക്കുക. വേണ്ട, ആവശ്യമുള്ളതിന് സംസാരിക്കുക, ഇല്ലെങ്കിലോ സുക്കൂത്ത്, മിണ്ടാതിരിക്കുക എന്നല്ല. അങ്ങനെ ഫലമ്മ ഖള, അദ്ദേഹത്തിന്റെ ആ സംസാരം അവസാനിച്ചു. ഖാല അയ്ന സായിലു മനിസ്സാഅ, ഖിയാമത്ത് നാളിനെ പറ്റി ചോദിച്ചില്ലേ മനുഷ്യൻ, അയാൾ എവിടെയെന്ന് ചോദിച്ചു.
യാ റസൂലല്ലാഹ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് റസൂലാണ് എന്ന് ആരോ തോണ്ടി പറഞ്ഞു കൊടുത്തത്. അന ഹാഹുന യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലെ ഞാനിവിടെ ഉണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ളുയ്യിഅത്തിൽ അമാനത്തു, അമാനത്തുകൾ പാഴാക്കി കളഞ്ഞാൽ ഫന്തളിരിസ്സാഅ, അപ്പോ ലോകാന്ത്യം ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കും. അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കാം, കൈഫ ഇളാഅത്ഹാ യാ റസൂലല്ലാഹ്, എങ്ങനെ റസൂൽ ഈ അമാനത്ത് പാഴാക്കുക? ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അനർഹരായ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. ഇന്ന് ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം അതാണ്. ആരെങ്കിലും മഹാനായ മഹാത്മാഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, യോഗ്യരായ ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ അയോഗ്യരായ ആൾക്കാർ ഭരിക്കപ്പെടേണ്ടി വരുന്ന ഒരു ദുര്യോഗം ഉണ്ടാകും. ഇവിടെ അമാനത്ത് വലിയൊരു കാര്യമാണ്. രണ്ട് അമാനത്തുകൾ. ഒന്ന് അള്ളാഹുവിനോടുള്ള അമാനത്ത്. അത് പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 172-ാമത്തെ ആയത്തുകളെ നോക്കിയാൽ കാണാൻ പറ്റും. ആദം സന്തതികളോട് അവരുടെ മുതുകിൽ നിന്ന് അവരെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് അള്ളാഹു വാങ്ങിച്ചൊരു കരാറുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ. നമ്മുടെയൊക്കെ പ്രതിനിധിയായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബല വഷഹിദിന, അതേ എന്ന് പറയുകയും അതിന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? അള്ളാഹുവിനോട് ചേർക്കേണ്ടുന്ന കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. ഇതാണ് ഷഹാദത്ത്. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പറയാതെ പിറന്നുപോയ മുസ്ലിങ്ങളാണ്. കടന്നു വരുന്ന മുസ്ലിം പറഞ്ഞുകൊണ്ടേയിരിക്കണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നാലേ അയാളെ മുസ്ലിമായിട്ട് അംഗീകരിക്കുള്ളൂ. നമ്മൾ തന്നെ അംഗീകരിക്കുകയാണ്. ആ ഷഹാദത്ത് കലിമയുടെ ആദ്യ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ സാക്ഷ്യം നമ്മുടെ ജന്മത്തിന് ജീവിതത്തിന്റെ 50,000 കൊല്ലം മുമ്പ് നമ്മളിൽ നിന്ന് വാങ്ങിയ കരാറാണ്. എന്നിട്ട് മനുഷ്യനത് പാഴാക്കി കളയുന്നു. രണ്ടാമത്തേത് മീസാഖൻ വലിയത, വിവാഹ സമയത്ത് വധുവിന്റെ പിതാവിൽ നിന്ന് വലിയിൽ നിന്ന് ഒരാളായ ഒരുത്തൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ പെണ്ണിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ബലവത്തായ ദൃഢമായ കരാറ്. ഇത് രണ്ടും ഇന്ന് മനുഷ്യന് യാതൊരുവിധ വിലയും കൽപ്പിക്കപ്പെടാതെ ചവിട്ടിത്തേക്കുന്ന അവസ്ഥയിലേക്കാക്കുന്നു. അതിന്റെ വലിയ ഗൗരവം, അമാനത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്തു അഹ്സാബിലെ 72-ാമത്തെ ആയത്ത് മാത്രം ഓതി കൽപ്പിക്കാം. ഇന്നാ അർദലൽ അമാന, അല്ലാഹു പറയാ, തീർച്ചയായും ഞാൻ അമാനത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആർക്ക്? അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ. എത്ര ശക്തമാണ് ആകാശം, ഭൂമി എത്ര പ്രവിശാലമാ, പർവ്വതങ്ങൾ എത്ര സുദൃഢമാ, അതിനൊക്കെ ആ അമാനത്ത് കാണിച്ചു കൊടുത്തു. ഫഅബൈന, കുറച്ചുകൂടെ ഞങ്ങൾക്ക് വേണ്ട, ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ വിസമ്മതിക്കുകയും അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് വിസമ്മതിക്കുകയും എന്നിട്ട് അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു. മനുഷ്യൻ ഇങ്ങോട്ട് ഏറ്റെടുക്കും, ഒക്കെ നമ്മൾ ഞാനൊക്കെ ചെയ്തോളാം. എന്നിട്ടോ ഒന്നും ചെയ്യൂല. ഇന്നഹുകാന ലലൂബൻ ജഹൂല, തീർച്ചയായും അവൻ അങ്ങേയറ്റത്തെ ഒന്നും അറിയാത്തവനും അജ്ഞാതൻ അല്ലെങ്കിൽ വിവരമില്ലാത്തവൻ, ജാഹിൽ എന്നാണ് അള്ളാഹുവിനെ ഉപയോഗിച്ചത്. ലലൂമൻ അക്രമിയാകുന്നു. ഈ കാര്യങ്ങൾ വസ്തുതകൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടത്. ലാ ഈമാൻ, ഈമാനില്ല, ലിമൻ ലാ അമാനതഹു, അമാനത്ത് പാലിക്കാത്തവന്, വലാ ദീന ലിമൻ ലാ അഹദ ലഹു, കരാറുകൾ പാലിക്കാത്തവന് ദീനും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തും കരാറുകളും പാലിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സംഭവിച്ചു പോയത് മുഴുവൻ അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മളെ ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായിട്ടുള്ള ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ.
അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താക്കത്തും ആഫിയത്തും എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് എല്ലാവിധ വിഷമങ്ങളും ബേജാറും വെപ്രാളവും വേദനയും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനിൽ നാം നിർവഹിച്ച നമ്മുടെ ഖിയാമ്, സിയാമ്, തിലാവത്ത്, സദഖ തുടങ്ങിയ മുഴുവൻ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹു പരിഹരിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ അവശേഷിക്കുന്ന രാവും പകലും ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് ആയുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.